കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാ കേരളോത്സവം ഡിസംബർ 27, 28, 29 തീയതികളിലായി അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 9 മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നടത്തിയ മത്സരങ്ങളിൽ വിജയികളായ 3000-ലധികം യുവജനങ്ങളാണ് പങ്കെടുക്കുക. സ്റ്റേജിതര മത്സരങ്ങളുടെ ഉദ്ഘാടനം 27 രാവിലെ 9:30 ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എബിയൻ ജോസഫ് നിർവഹിക്കുമെന്നും അഡ്വക്കേറ്റ് രത്നകുമാരി പറഞ്ഞു. സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം 28 വൈകിട്ട് 5 മണിക്ക് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി അധ്യക്ഷയാവും. കെ.വി. സുമേഷ് MLA മുഖ്യാതിഥിയാകും. സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ വിശിഷ്ടാതിഥിയാകും. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികളെയാണ് പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത്. അഴീക്കോട് വൻകുളത്ത് വയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, അക്ലിയത്ത് LP സ്കൂൾ, പഞ്ചായത്ത് മിനി സ്റ്റേഡിയം, പഞ്ചായത്ത് ഹാൾ എന്നിവയാണ് പ്രധാന വേദികൾ. ഡിസംബർ 25 വൈകിട്ട് 5 മണിക്ക് പൂതപ്പാറയിൽ നിന്ന് വൻകുളത്ത് വയൽ വരെ വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കും. സ്റ്റേജ് മത്സരം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിക്കുന്ന ജലസംഗീത ശില്പം അരങ്ങേറുമെന്നും അവർ പറഞ്ഞു. ജില്ലാതല കേരളോത്സവം അഴീക്കോട് വൻകുളത്ത് വയൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വരുന്ന 27, 28, 29 തീയതികളിലായിട്ടാണ് ജില്ലാതല മത്സരങ്ങൾ നടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് 11 ബ്ലോക്ക് പഞ്ചായത്തുകളും 9 മുനിസിപ്പാലിറ്റി, അതുപോലെ കോർപ്പറേഷൻ, ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും 3000-ലധികം മത്സരാർത്ഥികളാണ് ഈ ജില്ലാതല കേരളോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡും അതുപോലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തും സംയുക്തമായിട്ടാണ് ഇത്തരത്തിലുള്ള കേരളോത്സവങ്ങൾ നടത്തി വരുന്നത്. നമ്മുടെ യുവജനങ്ങളുടെ കലാപരവും അതുപോലെ തന്നെ സാംസ്കാരികപരമായ കായികപരവും ഒക്കെ ആയിട്ടുള്ള കഴിവുകൾ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് കേരളോത്സവത്തെ കണ്ടുവരുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് 23 ദേശീയ യുവജനോത്സവ ഇനങ്ങൾ ഉൾപ്പെടെ 65 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റേജ് ഇതര മത്സരങ്ങൾ നടത്തുന്നത് 13 വേദികളിലായിട്ടാണ്. 4 വേദികളിലാണ് മറ്റ് മത്സരങ്ങൾ, പ്രധാനപ്പെട്ട 4 വേദികളാണ് ഉണ്ടാവുന്നത്. ജില്ലാ പഞ്ചായത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ടി സരള, അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ്, യുവജനക്ഷേമ ബോർഡ് ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ പ്രസീത, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു എന്നിവരും സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.